സാർ, ബാലകൃഷ്ണ എന്തു പറ്റി ബാലകൃഷ്ണ? ഇവിടെ നിൽക്കണ്ട, എന്താ ചേട്ടാ? ത്രിസന്ധ്യ നേരത്ത് നീ എന്തിനീ വാതിലൊക്കെ കൊട്ടി അടയ്ക്കുന്നേ? നിനക്ക് എന്ത് പറ്റി? അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആര്? ആ എബി എന്റെ കൂടെ കൂടിയിരിക്കുക. അവനിനി ഇവിടെയും വരും. ആരടാ നീ? ആരോട് ചോദിച്ചിട്ടാ വളർത്തി കയറിയത്? ഈ നെടുമ്പുള്ളി തറവാടിന്റെ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നമ്മൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ അവിടെ നോക്കണേന്ന്? മുഖത്ത് നോക്കി സംസാരിക്കടാ. നിനക്ക് എവിടെ പോവാ? നിങ്ങൾക്ക് എന്താ കാര്യം? എന്റെ തറവാട്ടി കയറി വന്ന് എനിക്കെന്താ കാര്യം ചോദിക്കാൻ നിനക്കെന്താ കാര്യം? ഇതെന്റെ വീടാ, എന്റെ ഭാര്യയും മക്കൾ അവിടെ താമസിക്കണേ. പ്രായമായൊരു പെണ്ണുണ്ട്. ഇത് എവിടേക്കാ അവിടെ നോക്കണേ? നിന്നെപ്പോലുള്ള അനാഥ പ്രേതങ്ങൾക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള സ്ഥലമല്ല ഇത്. പോടാ. എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നോട് സംസാരിക്കുകയും ചെയ്ത്, പിന്നെ എങ്ങനെയാ തോന്നലാവുന്നത്? എന്നാ പിന്നെ അവന്റെ ഗോസ്റ്റ് ആയിരിക്കും. അതാ ഞാനും പറഞ്ഞത്. എന്റെ ഭഗവതി, കണ്ട അവൻ നിൽക്കുന്നുണ്ടാ? അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. എവിടെ? അവിടെ ഒന്നും കാണുന്നില്ലെന്നേ. അവിടെ ഉണ്ട്. ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നീ കാണുന്നുണ്ടോടാ? ഇല്ല. ഒന്ന് പോയി നോക്കിയ മക്കളെ. നീ കഥ നടക്കരുത്. ഇവിടെ ആരെയും കാണുന്നില്ല അമ്മേ. അവന് വെറുതെ തോന്നിയായിരിക്കടാ മോനെ. ഓവർഡോസുള്ള ഒരുപാട് മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ആയിരിക്കും. അയ്യോ, എവിടെ? അവിടെ നിൽക്കുന്നുണ്ടാ? അവിടെ ഒന്നും ആരുമില്ലടാ മോനെ. നിനക്ക് വെറുതെ തോന്നുക. നീ ഒന്ന് അകത്ത് പോയി. അമ്മ വാദം വെക്കടാ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പോവാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഇതിനു മുമ്പ് നിന്നെ പോലെ പലരും ഇവിടെ കയറി വന്നിട്ടുണ്ട്. അവരൊക്കെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോയിട്ടുള്ളൂ. ഞാൻ അമ്മാവനോ? ഏത് വകുപ്പിലാണ് ഞാൻ നിനക്ക് അമ്മാവനായത്? എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നിട്ടുണ്ടോ? നീ മരിച്ചിട്ട് എത്ര നാളായി? 6 മാസമായി. എടാ മോനെ, അഹങ്കാരം കൊണ്ട് പറയല്ലോ. നിന്നേക്കാളും 3-4 ബലിച്ചോറ് കൂടുതൽ ഉണ്ടവനാ ഈ ഗോപാലമേനോൻ. നീ ഇറങ്ങ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വരെ വന്നത്. മോനെ നോക്കിയേ, വലിയ അലച്ചിലൊന്നും വേണ്ടട്ടോ. അവസാനം നിന്റെ കുഴിയിൽ വേറെ ആള് കേറി കെടുക്കും. അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം കുഴി പോലും നോക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രേതം. ഇവനൊക്കെ എന്തിനാ ചത്തേ? അയ്യോ, ഇനി എന്റെ കുഴിയിൽ വല്ലവരും കയറി കിടക്കണ്ടാവോ? ഇറ്റ് ഇസ് മിയർലി സൈക്കോളജിക്കൽ. ഇതൊക്കെ ബാലകൃഷ്ണന്റെ ഓരോ തോന്നലാണ്. മറ്റൊരാളുടെ ഹൃദയമാണ് ഉള്ളിലുള്ളതെന്ന് ഓർത്ത് ബാലകൃഷ്ണൻ കൂടുതൽ കോൺഷ്യസ് ആവുന്നു. നോ, ഐ കാൺ ബിലീവ് ദിസ്. ഡോക്ടർ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സത്യമാണ്, എനിക്ക് അയാളെ കാണാം. ശരിക്കും അയാൾ എന്നോട് സംസാരിക്കാറുണ്ട്, എന്റെ ശരീരത്തെ തൊടാറുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ്. തന്നെ ഞാൻ എന്ത് ശല്യം ചെയ്തു? ഇവിടെ വന്നോ? ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായല്ലോ. അവൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ ബാലകൃഷ്ണ, എന്താ ഇത്? ഡോക്ടർ, അവൻ ഈ കസേരയിൽ ഇരിപ്പുണ്ട്. അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. Come on, relax. Yes. എടോ, തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓവർ എക്സഷനും മെന്റൽ ടെൻഷനും ഒന്നും പാടില്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. മെന്റൽ ടെൻഷൻ ഉണ്ടാക്കുന്ന താനല്ലേ എന്നെ ഇടം വലം തിരിയാൻ വിടാതെ പിടിച്ചിരിക്കല്ലേ? എന്റെ ദേഹത്ത് തുടരുത്. ഡോണ്ട് ടച്ച് മീ പ്ലീസ്, ലീവ് മീ അലോൺ. ഓക്കേ, കൂൾ ഡൗൺ ആൻഡ് റിലാക്സ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാ പുറത്ത് വെയിറ്റ് ചെയ്യ്. താങ്ക് യു. നിന്നെ അവൻ പോയാ? റിലാക്സ്. ബാലകൃഷ്ണൻ ആരെയും നോക്കുന്നത്? താൻ ഇതിനകത്തും കയറിയോ? എന്താ സാറേ?
ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളഞ്ഞില്ലേ? പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണോ? സാർ ആരോടെ സംസാരിക്കുന്നത്? തന്നോടല്ലടോ, ഇയാളോടാ സംസാരിച്ചത്. ബാലകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദരൻ, എന്നെ വെറുതെ വിട്ടാരെ. തനിക്ക് എന്താ വേണ്ടത്? കാശാണോ? കാശാണേ പറ. ബാലകൃഷ്ണ, ഇനി എനിക്ക് എന്തിനാടോ കാശ്? പിന്നെ എന്താ എനിക്ക് വേണ്ടത്? നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തണ്ടേ? കോംപ്രമൈസ് ഉള്ള ഒരു പുല്ലുമില്ല. താൻ ഇറങ്ങിപ്പോടോ. ഇത് ഞാൻ പിടിച്ച ഓട്ടോ. തനിക്ക് വേണമെങ്കിൽ വേറെ ഓട്ടോ പിടി. സാർ ഒന്നിറങ്ങിക്കേ. എന്താ? എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാം. ദൈവത്തോർത്ത് ഇറങ്ങി തന്നാട്ടെ. ഒന്ന് ഇറങ്ങട്ടോ. ഓ ഏയ് ഇറങ്ങിക്കോ. വേണ്ട, തന്റെ സഹായം ഒന്നും വേണ്ട. എന്താ കാര്യം? ഇത് വട്ടന്മാരക്കേറ്റ ഓട്ടോ അല്ല. വല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക്. താനെന്താ ആളെ കളിയാക്കുവാണ്? തലയ്ക്ക് സുഖം വല്ല പ്രാതാശുദ്രം കിടക്കണോ? തലയ്ക്ക് സൂലാതെ തനിക്കാണോ? വണ്ടി നിർത്തണോ? അവൻ പോയ. ബാലകൃഷ്ണ, ഞാൻ കൂടെ നടക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഒരു പ്രേതം കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ആർക്കാലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? പിന്നെ ആയുഷ്കാലം മുഴുക്കത്താൻ എന്റെ കൂടെ നടക്കാൻ പോവോ? എത്ര കാലം കൂടെ നടക്കണം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ ഒപ്പം നടന്നേ പറ്റൂ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അടിച്ചാൽ നിന്റെ ചെവുക്കല്ല് പൊട്ടിക്കും. ഇരിക്കുന്നോ? എന്റെ സ്വഭാവം നിനക്കറിയില്ല. ദേഷ്യം വന്ന മഹ പിഴയാണ് ഞാൻ. തെണ്ടിയാണ്, ചെറ്റയാണ്. മര്യാദക്കെങ്കിൽ മര്യാദ. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? ഒറ്റ ചവിട്ടിയാ വെച്ചിട്ടുണ്ടല്ലോ. എന്നാ ചവിട്ട്. കുറെ നേരമായല്ലോ താനോട് കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? സോറി. സോറിയോ? തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിൽ പോയി കിടക്കണു. ഈ ബഹളമൊക്കെ കൂട്ടുന്ന വല്ല കാര്യമുണ്ടോ? വെറുതെ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ. നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? നമ്മൾ തമ്മിലല്ലേ പ്രശ്നം? ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? എന്ത് ബന്ധം? ആഹാ, അപ്പൊ അതും പറഞ്ഞോ? തന്റെ ഉള്ളിലിരിക്കുന്നേ എന്റെ ഹൃദയമാ. ഓഹോ, ഒരു ഹൃദയം തന്നെന്നുള്ള അധികാരമായിരിക്കും. ആർക്ക് വേണോ തന്റെ പൊട്ട ഹൃദയം? കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. സോറി സിസ്റ്റേഴ്സ്. നിക്കടവിടെ. പാത്തും പതിയും വന്നാ നീ എന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ? നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ? സ്വന്തമായിട്ട് കുഴിയില്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കുഴി പോയി കിടക്കടാ. നിങ്ങൾക്കുണ്ടല്ലോ ഒരു കുഴി, പിന്നെന്തിനാ നിങ്ങളെ കറങ്ങി നടക്കുന്നത്? ഞാൻ കറങ്ങും ഉറങ്ങും ഒക്കെ ചെയ്യും. അതൊക്കെ എന്റെ ഇഷ്ടാ. ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ കാര്യം? കാര്യമുണ്ട്. നിങ്ങളെ പോലെ ഈ വീട്ടിൽ വരാൻ എനിക്ക് ഇത്തിരി അവകാശമുണ്ട്. അവകാശോ? ആ. എടാ, നായർ തറവാട്ടിൽ ഒരു നസാണി പ്രയത്നം എന്താ അവകാശം? ശസ്ത്രാന്റെ ഹൃദയത്തിൽ നായർക്ക് വെച്ച എന്ത് അവകാശം ഉണ്ടാവില്ലേ? എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛനും മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിറ്റത്തിന് ഒലാത്തുന്നത്. സത്യാണോ നീ പറയണേ? പിന്നെ അല്ലാണ്ട് ഇനിയിപ്പോ കാണിച്ചത് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇങ്ങോട്ട് പറയായിരുന്നില്ലേ? ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി പറയണ്ട കൊച്ചു കള്ള. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് നന്ദി പറയണ്ട ഞാൻ. പോട്ടെട്രാ, നിനക്ക് വിഷമായോ? ഏയ് സാരമില്ല. ഞാൻ എന്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ. ആ, പണ്ട് ഏതോ കാർന്നൂർ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെയുള്ള എന്റെ ഈ അലച്ചില്. ഞാൻ മരിക്കണവരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത്. ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോക്ഷം കിട്ടിപ്പോയി. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട. എന്റെ ദാക്ഷായണിയും മക്കളെയൊക്കെ കണ്ട് എനിക്കിവിടെ ഇങ്ങനെ കറങ്ങി നടക്കാലോ. നീയാണ് അതിന് കാരണക്കാരൻ. എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നതും നീ കാരണ. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ വെറുതെ ബാലകൃഷ്ണൻ കാണാമെന്നാ. അത്രയല്ലേ ഉള്ളൂ. മോൻ പോയി കാണ്. പോയിക്കോ. പിന്നെ അവൻ ഉറങ്ങുക, ഉണർത്തണ്ട കേട്ടാ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഇതെന്തൊരു ഉറക്കാത്? നേരെ എത്രയെന്നറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു.
എടോ താൻ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോടാരാ മുറിക്കകത്ത് വരാൻ പറഞ്ഞത്? എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല, പ്രേതങ്ങളൊക്കെ പുറത്തു നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലവാ. ഉറങ്ങിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യന്റെ തവരി നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉടനെ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ എനിക്ക്. താനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയം ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസത്തെ വിഷമമൊക്കെ കാണുള്ളൂ, പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക് നടക്ക് നടക്ക്. ആദ്യ എക്സസൈസ് നടക്ക്. തള്ളാണോ? ചായ ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട, ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനെ കണ്ടുപറ്റി